അപ്പോൾ IB കരിക്കുലത്തിൽ ഒരു +1 +2 പഠിച്ച് കഴിയുന്നതോടുകൂടെ അത് ഈ കുട്ടികളെല്ലാവരും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്ലേസ്ഡ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജസ് റൂമുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടികൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരും, അവർ ലാംഗ്വേജ് പഠിക്കും. ഭാഷ തന്നെ സീരിയസ് ആയി പഠിക്കുകയും അതിൽ തന്നെ കരിയർ കാണുകയും ചെയ്യുക എന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അത്തരമൊരു രീതി നമുക്കത്ര പരിചിതമല്ല. അപ്പോൾ ഈ വിദേശ ഭാഷകൾ ഇങ്ങനെ പഠിക്കുന്നതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? എന്തായാലും വെക്കേഷൻ അല്ല, അപ്പോൾ സ്പാനിഷ് പഠിക്കുക, സ്പാനിഷിൻ്റെ കോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സ്പാനിഷ് പഠിച്ചു തുടങ്ങുക. ആ ഒരു വെക്കേഷനിൽ 2 മാസം സ്പാനിഷ് ഫുള്ള് പഠിച്ചു. ഇൻ കേസ് നിങ്ങൾക്ക് വേറെ രാജ്യത്തേക്ക് പോകണം, ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സാം ഉണ്ട്, CLA അല്ലെങ്കിൽ DELE എന്ന് പറഞ്ഞിട്ട്. ഇന്ന് സ്കിൽ വൈസിൽ നമുക്ക് ചില സ്പാനിഷ് വിശേഷങ്ങൾ കേൾക്കാം. സ്പെയിനിൽ പോയി സ്പാനിഷ് പഠിക്കുകയും ഇന്ത്യയിൽ വന്ന് സ്പാനിഷ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഷമ്മാസാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. കൊണ്ടോട്ടിക്കാരനാണ്. നിങ്ങൾ ഇൻ്റർനാഷണൽ സ്കൂളിൽ കുട്ടികൾക്ക് സ്പാനിഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ത്യയിലെ കുട്ടികൾ എന്തിനാണ് സ്പാനിഷ് പഠിക്കുന്നത്? നമുക്ക് നിങ്ങളുടെ ഒരു കരിയർ വഴി സംസാരിക്കുന്നതിന് മുൻപ് ഈ ഇന്ത്യയിലെ കുട്ടികൾ എന്തിനാണ് സ്പാനിഷ് പഠിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ സ്പാനിഷ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലാണ്. IB കാംബ്രിഡ്ജ് കരിക്കുലം പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ സ്പാനിഷ് ടീച്ചറായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്കൂളിൽ 4 ലാംഗ്വേജുകളാണ് അവർക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത്. ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ സെലക്ട് ചെയ്യേണ്ട, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ അവർക്ക് ഓപ്ഷൻസ് ഉള്ളത് സ്പാനിഷ്, ജർമ്മൻ, ഫ്രഞ്ച്, അതേപോലെ തന്നെ ഹിന്ദി. ഈ 4 ലാംഗ്വേജുകളിൽ ഒരു ലാംഗ്വേജ് ഒരു കുട്ടി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൽ ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി മാത്രമാണുള്ളത്? ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയാണുള്ളത്. ഇനി അത് ഇപ്പം റീജിയൻ ബേസ്ഡ് ആകുമ്പോൾ 3rd ലാംഗ്വേജ് ഓപ്ഷനായിട്ട് നമുക്ക് കന്നഡ, ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് 3rd ലാംഗ്വേജ് ആയിട്ട് കന്നഡ ഉണ്ട്. പക്ഷെ അതിന് ബോർഡ് എക്സാമും കാര്യങ്ങളും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് 3rd ലാംഗ്വേജ് ആയിട്ട് പഠിക്കുക കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പം കേരളത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ പ്രോപ്പർ സ്കൂളാണെങ്കിൽ ആ സ്കൂളിന് വേണമെങ്കിൽ 3rd ലാംഗ്വേജ് ആയിട്ട് അവർക്ക് മലയാളം. ഈ കുട്ടികൾ ഈ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അവർക്ക് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടാൻ? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിക്കുലം ഒന്ന് കാംബ്രിഡ്ജ് ആണ്, അല്ലെങ്കിൽ ഒന്ന് IB ആണ്. അപ്പോൾ IB കരിക്കുലത്തിൽ ഒരു +1 +2 പഠിച്ച് കഴിയുന്നതോടുകൂടെ അത് ഈ കുട്ടികളെല്ലാവരും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്ലേസ്ഡ് ആവുകയാണ്. യൂണിവേഴ്സിറ്റീസ് തന്നെ സ്കൂളിൽ വന്ന് അവരെ പ്ലേസ്ഡ് ആക്കി അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പം അവിടെ പോകുമ്പം ഇത് ഇവർക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ്. കാരണം ഒരു എക്സ്ട്രാ ഒരു ഫോറിൻ ലാംഗ്വേജ് അവരെ കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന കൺട്രിയിലേക്കായിരിക്കും അവർ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേൺഷിപ്പിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് അവർ ആ ഒരു ചെറുപ്പത്തിൽ നിന്ന് തന്നെ ഇപ്പം 1ാം ക്ലാസ് മുതൽ ഒരു കുട്ടി 10 വരെ അല്ലെങ്കിൽ +2 വരെ സ്പാനിഷ് പഠിക്കുക പറഞ്ഞാൽ അത് ഫ്ലുവൻ്റ് ആയിരിക്കും അവർ ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ. നിങ്ങളെങ്ങനെയാണ് ഈ സ്പാനിഷിലേക്ക് വരുന്നത്? നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻസ് എല്ലാം ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ സംസ്കൃതം, ഇങ്ങനെ ഇന്ത്യൻ ഭാഷകളുമായി ചേർന്ന് അതിന് പുറമേയുള്ള ഭാഷ ഇംഗ്ലീഷ് മാത്രമാണ്. സ്പാനിഷിലേക്ക് നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ വരുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ മാദിൽ നിന്നാണ് പഠിക്കുന്നത്. മാദിൽ നമുക്ക് അവിടെ ഈവനിങ് ആയിട്ടും അല്ലെങ്കിൽ വെക്കേഷൻ കോഴ്സുകളായിട്ടും സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു വെക്കേഷൻ ടൈമിലാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെക്കേഷൻ ടൈമിൽ പണ്ടൊക്കെ ഉള്ളൊരു ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്കും അങ്ങനത്തെ ഓരോ കോഴ്സുകളിലേക്കാണ് പോവുക. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പം എന്നെ അങ്ങനെ അതേപോലെ എന്തായാലും വെക്കേഷൻ അല്ല, അപ്പോൾ സ്പാനിഷ് പഠിക്കുക, സ്പാനിഷിൻ്റെ കോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സ്പാനിഷ് പഠിച്ചു തുടങ്ങുക. ആ ഒരു വെക്കേഷനിൽ 2 മാസം സ്പാനിഷ് ഫുള്ള് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ് 10ാം ക്ലാസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏത് സമയത്താണ് പഠിക്കുന്നത് ഈ സ്പാനിഷ്? 8ാം ക്ലാസ് വെക്കേഷനിലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെക്കേഷനിൽ 8ാം ക്ലാസ് ഫസ്റ്റ് വെക്കേഷനിൽ 8ാം ക്ലാസ് ഓർ 7ാം ക്ലാസ്, എനിക്ക് കറക്റ്റ് 8ാം ക്ലാസ് തന്നെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാദിൻ സ്കൂൾ ഓഫ് എക്സലൻസിൽ ജോയിൻ ചെയ്യാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈവനിങ് ആയിട്ട് ടൈം കിട്ടുമ്പോഴും അതുപോലെ തന്നെ അവിടുത്തെ സ്പാനിഷ് ടീച്ചേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ പോയി പഠിക്കും. അങ്ങനെയാണ് ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാനൊക്കെ പഠിക്കുമ്പോൾ +1 കൊമേഴ്സ് എടുത്തത്. ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ BBA എടുക്കണം, BCom എടുക്കണം, ആ ഒരു മൈൻഡിലേക്കാണ് നമ്മൾ കൊമേഴ്സ് എടുക്കുന്നത്. പക്ഷേ പിന്നെ നമ്മൾ ഈ സ്പാനിഷ് ഇതിന് കൂടെ ഈവനിങ് ആയിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിൽ തന്നെ നമ്മളെ തന്നെ കുറേ സീനിയേഴ്സൊക്കെ അലുമിനസൊക്കെ പഠിച്ച ആളുകളുണ്ട് ഈ ലാംഗ്വേജൊക്കെ. അപ്പോൾ അതിലുള്ള സാധ്യതകൾ മനസ്സിലാക്കി അങ്ങനെയാണ് ഡിഗ്രി ഇതിലുണ്ട് അറിയുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ഒരു സീരിയസ് മോഡിലേക്ക് എത്തുന്നത്? +2 കൊമേഴ്സ് എൻ്റെ ഒരു താല്പര്യം പറഞ്ഞു, പിന്നെ സ്പാനിഷിനെ ഒരു കരിയർ ചോയ്സ് ആയി തിരഞ്ഞെടുക്കുകയും അതിനെ സീരിയസ് മോഡിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അത് +2 സ്റ്റാർട്ടിങ് തന്നെയാണ്. അപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ഇതിൽ ഡിഗ്രി ഉണ്ട്,
സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ JNU, IFLU, അലിഗർ യൂണിവേഴ്സിറ്റി, ജാമിയ, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളാണിത് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടാൻ നോക്കുന്നത്. അങ്ങനെ എൻട്രൻസിനും കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തു. +2 അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ മാർക്ക് വാങ്ങി. അങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നത്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്പാനിഷ് പഠനകാലം അഥവാ അതിൻ്റെ കൂടെ തന്നെ ഈ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളായിട്ട് ആ സമയത്ത് മിങ്കിൾ ചെയ്തിട്ടുണ്ടാവും. അതെ, ഈ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുക എന്നൊരു ട്രെൻഡ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അത്ര വ്യാപകമായിട്ടില്ല. ഈ സമീപകാലത്ത് കുറേ പേര് അതെ, ജർമ്മൻ ലാംഗ്വേജ് ലാംഗ്വേജസും മറ്റുമൊക്കെ ചില സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നേഴ്സായി ജോലിക്ക് പോകണമെങ്കിൽ അതെ. അവിടെ ഭാഷയുടെ ഒരു നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ വേണം എന്നതുകൊണ്ട് ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റൊരു കരിയറിന് അനുബന്ധമായി ഭാഷ പഠിക്കുക എന്ന രീതിയാണുള്ളത്. ഈ ഭാഷ തന്നെ സീരിയസ് ആയി പഠിക്കുകയും അതിൽ തന്നെ കരിയർ കാണുകയും ചെയ്യുക എന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അത്തരമൊരു രീതി നമുക്കത്ര പരിചിതമല്ല. അപ്പോൾ ഈ വിദേശ ഭാഷകൾ ഇങ്ങനെ പഠിക്കുന്നതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? അവിടുത്തെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എക്സ്പീരിയൻസ് കൂടെ വെച്ചുകൊണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമ്മൾ സ്പാനിഷ് ഓൾറെഡി മാതിൽ നിന്ന് പഠിച്ചതാണല്ലോ, അറിയുന്നതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. കറക്റ്റായിരുന്നു. ഞാൻ അവിടെ കയറുന്നത് മുതൽ നമുക്ക് ഇപ്പോൾ BA ഇംഗ്ലീഷ് പോലെ തന്നെ ഒരു സബ്ജക്റ്റാണ് BA സ്പാനിഷ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മുതൽ ഉണ്ടാവും അതൊരു ബേസിക് സ്ക്രാച്ച് മുതൽ അവരെ പഠിപ്പിക്കാം. പ്രിലിമിനറി നോളജ് ഇല്ലാതെ തന്നെ ഒരാൾക്ക് ഇത്തരം വിഷയങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഏത് ലാംഗ്വേജ് ആയാലും അവർ ഫസ്റ്റ് മുതൽ തുടങ്ങും. അപ്പോൾ 0 എന്നാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു കാരണം നമ്മൾ ലിറ്ററേച്ചറും കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല, ഫുള്ള് ലാംഗ്വേജ് ആണ്. ഒന്നില്ലെങ്കിൽ ലാംഗ്വേജ് സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്, ലിസ്ണിങ്, ഈ 4 ഇതായിട്ടാണ് പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. ഫസ്റ്റത്തെ സെമസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ബേസിക് സാധനങ്ങളാണ്. ആ ഒരു 6 മാസം നമ്മൾ പഠിക്കുന്നത്. പക്ഷെ 6 മാസം കൊണ്ട് ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗ്രാമാറ്റിക്കലി നമ്മൾ ഒന്നും കൂടെ സ്ട്രക്ചേർഡായി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്നത് ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററി, സ്പെയിൻ കൾച്ചർ, ടൂറിസം, ട്രാൻസ്ലേഷൻ, ഈ ഒരു ലെവലിലേക്ക് നമ്മൾ കിടക്കും. അങ്ങനെയാണ് 3 വർഷത്തെ ഒരു പഠനം. ശരിക്കും ഡിഗ്രി ചെയ്യുമ്പോൾ ആശങ്കയില്ലായിരുന്നോ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മളെ ഒരു കരിയർ സാധ്യത എന്തായിരിക്കും? ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബെനിഫിറ്റായി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ അവിടെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ സ്പാനിഷ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. നമുക്ക് പാർട്ട് ടൈമിന് എന്തെങ്കിലും, അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിൽ മഴതിലും അല്ലാതെയും ആയിട്ട് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ ഒന്നും കൂടെ ടീച്ചിങ്ങിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് വന്നു. ഞാൻ ആദ്യം പോകുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് നമ്മൾ പ്ലേസ്ഡ് ആക്കി കൊണ്ടുപോകും. ഇപ്പോൾ ആമസോൺ, അക്സെഞ്ചർ ഇതുപോലത്തെ മൾട്ടിനാഷണൽ കമ്പനീസ് തേർഡ് ഇയർ ആകുമ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഇതായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് അങ്ങനെയൊക്കെ പോവാം ട്രാൻസ്ലേറ്ററായിട്ട്. ആദ്യം ഒരു ട്രാൻസ്ലേറ്റർ മൂഡ് മാത്രമേ അറിയുള്ളൂ. ഇതിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ടീച്ചിങ് നമ്മൾ ഈ പാർട്ട് ടൈം പോലെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തപ്പോഴാണ് ടീച്ചിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ടീച്ചിങ്ങിന് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മേഖലകൾ എന്തൊക്കെയാണെന്ന് പിന്നെ ലാസ്റ്റ് ഒരു തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങുന്നത്. അതുവരെ ടീച്ചിങ്ങിലേക്ക് എത്തിയിട്ടില്ല. അതുവരെ എങ്ങനെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യാം, എംബസികളിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആമസോൺ പോലത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെയാണ് സ്പാനിഷ് ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ഈ ഇത്തരം കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് സ്പാനിഷിന് മാത്രമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ മറ്റു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നവർക്കും? ഒരു സ്പാനിഷ് മാത്രമല്ല, എല്ലാ ലാംഗ്വേജസിനും. സ്പാനിഷ് ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന 5 ലാംഗ്വേജസ് ആയിരുന്നു. സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, അങ്ങനെ 5 ലാംഗ്വേജസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കാപ്പബിൾ ആയിട്ടുള്ള ആരൊക്കെ ഇൻട്രസ്റ്റ് ആണ് അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർക്ക് ഇത്ര റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഒരു പോസ്റ്റിലേക്ക് 10 പേര് അല്ലെങ്കിൽ 20 പേര് അങ്ങനെ ഉണ്ടാവും. അതിൽ നിന്ന് അവർ താല്പര്യമുള്ള ആളുകളെ, കാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ എങ്ങനെയാണ് ഈ സ്പെയിനിൽ പോയി തന്നെ സ്പാനിഷ് പഠിക്കണം എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നതും അതിൻ്റെ ഒരു വഴികളൊക്കെ എങ്ങനെയായിരുന്നു? അത് ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ ഭാഷ പഠിച്ചു. കാരണം നമ്മളെ ടീച്ചേഴ്സ് ഫോറിൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഫോറിൻ ടീച്ചറും ബാക്കി ഇന്ത്യൻസുമാണ്. അപ്പോൾ അവരോരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് കാര്യങ്ങളുണ്ട്, അവിടെ പോയി പഠിക്കാം. പിന്നെ നമ്മൾ ഇത്രയും കാലം നമ്മളെ ഒരു പാഷനായിട്ട് പഠിച്ച ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യത്ത് പോകുക പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഇതാണ്. അപ്പം അങ്ങനെയാണ് സ്പെയിനിലേക്ക് എങ്ങനെയെങ്കിലും പോകണം. അപ്പോൾ സ്പെയിനിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ ലാംഗ്വേജ് അസിസ്റ്റൻ്റ് ആയിട്ട് പോവാം. അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ ഒരു പ്രോഗ്രാമാണ്. അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അസിസ്റ്റൻ്റ് ആയിട്ട് പോവുക.
എന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന് അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കണം. പഠിപ്പിക്കുക. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർ മദർ ടങ് സ്പാനിഷ് ആണ്. ഉം. ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് ഒന്നും കൂടെ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നത്. പക്ഷേ ഒന്നും കൂടെ പഴയ ജനറേഷനൊക്കെ ഇപ്പോഴും ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ സ്കൂള് അങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നത് അങ്ങനെ പോകാനായിരുന്നു. അപ്പോൾ സ്പാനിഷ് അറിയുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ BA സ്പാനിഷ് പഠിക്കുന്നവർക്ക് അല്ലല്ല, മാത്രമാണ്? സ്പാനിഷ് അറിയുന്ന അത് ഇനി പുറത്ത് നമ്മുടെ അക്കാഡമീസെന്നോ അല്ലെങ്കിൽ സ്പാനിഷ് എംബസിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഡൽഹിയിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടോ സെർവാന്തസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ മാദിൻ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്പാനിഷ് പഠിച്ച ആളുകൾക്കും ഇത് ചെയ്യാം. ഇംഗ്ലീഷിൽ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ അവർ ക്രൈറ്റീരിയ കുറച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്, കുറേ ഇന്ത്യൻസ് കയറി വന്നു. അപ്പോൾ അവരിപ്പോൾ C2 ലെവൽ ഓഫ് ഇംഗ്ലീഷും സ്പാനിഷിൽ ബേസിക് A1 ഓർ A2 ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടെ പഠിപ്പിക്കാം, സ്കൂളിൽ പഠിപ്പിക്കാം. ഒരു മന്ത്ലി നമുക്ക് സ്റ്റൈപ്മെൻറ്റ് തരും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആയിരുന്നു ആദ്യത്തെ എൻ്റെ ലക്ഷ്യം, ഇതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാം. പക്ഷെ ആ ടൈമിൽ അവർ റിക്വയർമെൻറ്റ്സ് മാറ്റി C2 ലെവൽ ഇംഗ്ലീഷ് വേണമെന്നാക്കി. അപ്പം അന്നേരം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ എന്തുകൊണ്ട് സ്പാനിഷിലാണല്ലോ എൻ്റെ കരിയർ ഇതാക്കേണ്ടത്, ഇതവിടെ പോയാൽ നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, സ്പാനിഷ് ഇമ്പ്രൂവ് ആവും ഓഫ് കോഴ്സ്, കാരണം നമ്മൾ കൊളോക്കിയലായിട്ട് ആളുകളെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സ്പാനിഷ് ടീച്ചിങ്ങിലേക്ക് ഒന്നും കൂടെ കിടക്കണമെങ്കിൽ ആ ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ഞാൻ ആദ്യം സെറ്റാക്കണം. അപ്പം അങ്ങനെയാണ് ലാംഗ്വേജ് ബാക്കി കണ്ടിന്യൂസ് തന്നെ സ്പാനിഷിൻ്റെ അടുത്തൊരു ഹയർ ലെവൽ എങ്ങനെ പഠിക്കാൻ നോക്കുന്നത്. അങ്ങനെ സ്പെയിനിൽ ബാഴ്സലോണയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് C1 C2 അതായത് മാസ്റ്റർ ലെവൽ സ്പാനിഷ് ലാംഗ്വേജ് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ളത് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ അതവിടെ പഠിക്കാനെത്തുന്നു. ബാഴ്സലോണയിലെ കമിനോ ദ ബാർസലോണ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളാണ്, ലാംഗ്വേജ് സ്കൂളിൽ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ജീവിതവും എക്സ്പീരിയൻസും ഒക്കെ? ഫസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിൽ പോയ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഫസ്റ്റ് അവിടെ എത്തിയപ്പോൾ നമുക്ക് നാട്ടിലെ ആരുമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അത് കൂടെ ശരിയായി, ഫ്രണ്ട്സിനെ കിട്ടി, മലയാളീസിനെ മീറ്റ് ചെയ്തു, അങ്ങനെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി. അങ്ങനെ ഒരു പഠിച്ചു തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യം പാർട്ട് ടൈമായിട്ട് ചെറിയ വർക്കുകൾ ചെയ്തു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഒരു ഓഫർ വരുന്നത് സ്വിസ് എയർലൈൻസിൽ നിന്ന്. ബാഴ്സലോണ എയർപോർട്ടിൽ സ്വിസ് എയർലൈൻസിൻ്റെ ബൈലിംഗ്വൽ അസിസ്റ്റൻ്റ് ആയിട്ട്. പഠനം കഴിഞ്ഞതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ക്ലാസ് പറഞ്ഞാൽ നമുക്ക് രാവിലെ വരെയാണ്. ഇപ്പോൾ എയർപോർട്ട് നമുക്ക് ടൈം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്യാൻ പറ്റും, ഫ്ലൈറ്റിനനുസരിച്ചാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്, ബൈലിംഗ്വൽ അസിസ്റ്റൻ്റ് ആയിട്ട്. അങ്ങനെ ഏവിയേഷനായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളെ അവർ എന്നെ സെലക്ട് ചെയ്തു. കാരണം അവർക്ക് വേണ്ടത് ഇംഗ്ലീഷും സ്പാനിഷും സംസാരിക്കുന്ന അവരെ കസ്റ്റമേഴ്സിന്, അതായത് പാസഞ്ചേഴ്സ് ഇംഗ്ലീഷ്, അധികം ടൂറിസ്റ്റുകളായിരിക്കും, അവരെ ഇമിഗ്രേഷനിലും അതുപോലെ തന്നെ പൈലറ്റുമാരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷനിലും കാര്യങ്ങളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അവരെ ഹയർ ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ട് ഞാനൊരു ഏവിയേഷൻ കോഴ്സ് അവിടെ നിന്ന് പഠിച്ചു. ഈവനിങ് ആയിട്ട് പോയി പഠിച്ചിട്ട് അവരെനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു, ഏവിയേഷൻ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് അവരെന്നെ ജോബിനെടുത്തു. പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് ഇവിടെ സ്പാനിഷ് പഠിപ്പിക്കുക എന്നൊരു താല്പര്യത്തോടെ വരാനുണ്ടായ ഒരു സാഹചര്യം, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം ഇന്ത്യയിലെ ഇതിൻ്റെ ഒരു സാധ്യതകൾ? നമ്മളെ മെയിൻ സാധനം ടീച്ചിങ് ആയിരുന്നല്ലോ, സ്പാനിഷ് ടീച്ചർ ആവുക എന്നുള്ളൊരു സാധനം. അപ്പോൾ അവിടെ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അതെന്താ വെച്ചാൽ ഓൾറെഡി അവിടുത്തെ ആളുകൾ ടീച്ചേഴ്സ് ആയിട്ടുണ്ടാകുമ്പോൾ ഇന്ത്യൻ ആയിട്ടുള്ള ഞാൻ അത്ര, നമ്മളിവിടെ മലയാളം അധ്യാപകനായ ഒരു വിദേശ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രയാസം എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. അങ്ങനെ നാട്ടിലൊരു ഓഫർ വന്നപ്പോഴാണ് നാട്ടിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ നാട്ടിൽ ഈ സ്പാനിഷ് ലാംഗ്വേജ് ടീച്ചിങ്, നമ്മളിപ്പോൾ നാട്ടിൽ ഇൻ്റർനാഷണൽ സ്കൂളുകൾ കാണാറുണ്ട്. അപ്പം ചില സ്കൂളിൽ പേര് ഇൻ്റർനാഷണൽ സ്കൂളായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിൽ അത് CBSE കരിക്കുലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കരിക്കുലം ആയിരിക്കും. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാവുന്നത് ബാംഗ്ലൂർ, അതുപോലെ തന്നെ മുംബൈ, ഡൽഹി പോലത്തെ സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് ഇൻ്റർനാഷണൽ കരിക്കുലം ഫോളോ ചെയ്യുന്ന ഫോറിൻ ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻസും ഉണ്ട്, ഫോറിൻസും ഹാഫ് ആൻ അവർ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കൂടെ സ്റ്റഡി നടത്തുന്നു. അങ്ങനെയാണ് സ്കൂളിലേക്ക് ഒരു എൻട്രി വരുന്നത്, നാട്ടിലേക്ക്. ഞങ്ങൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ ഈ ഇൻ്റർനാഷണൽ സ്കൂളുകളിലെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് കൂടെയുള്ള ചില സാധ്യതകൾ പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന പലർക്കും അറിയാതെ പോകുന്ന ചില അവസരങ്ങളും ക്വാളിഫിക്കേഷനും സാധ്യതകളൊക്കെ പറഞ്ഞിരുന്നു. അതുകൂടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് അറിയാത്തൊരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള, ഇന്ത്യയിലും നമ്മുടെ നാട്ടിലും ഉണ്ട്. തിരുവനന്തപുരം അതുപോലത്തെ കൊച്ചി നഗരങ്ങളിലും നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂൾസ് വരുന്നുണ്ട്, പ്രോപ്പറായിട്ട് കേംബ്രിഡ്ജ് അല്ലെങ്കിൽ IB കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകൾ. അപ്പോൾ ഇവർക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ
അറബി, ഉറുദു, സംസ്കൃതം പോലത്തെ ഭാഷകൾ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിരുന്നു, മലയാളം പോലത്തെ. നമ്മൾ ആ ടൈം ആകുമ്പോൾ അറബി ക്ലാസ്സിലേക്ക് പോകും, അല്ലെങ്കിൽ ഉറുദു ക്ലാസ്സിലേക്ക് പോകും, അങ്ങനെയായിരുന്നു. അതേപോലെയുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകൾ ലാംഗ്വേജസ് വരുന്നത്. ഇപ്പോൾ എനിക്ക് സ്പാനിഷിന് ഒരു റൂമുണ്ട്, അതേപോലെ തന്നെ എൻ്റെ കൂടെ സ്പെയിനിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിപ്പിക്കാൻ, അതേപോലെ തന്നെ ഫ്രഞ്ചിന് ഫ്രാൻസിൽ നിന്ന് ഒരു ടീച്ചറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജസ് റൂമുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടികൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരും, അവർ ലാംഗ്വേജ് പഠിക്കും. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം. അപ്പം ഈ ലാംഗ്വേജ് ഇൻ്റർനാഷണൽ സ്കൂളിലൊരു തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും BEd ഉണ്ടെങ്കിലേ ടീച്ചിങ് ജോബിന് കയറാൻ പറ്റും എന്നുള്ളൊരു സിസ്റ്റമാണ്. പക്ഷേ അതും നമ്മുടെ നാട്ടിലൊരു സാലറി പാക്കേജും വളരെ ലോ ആണ് ഇപ്പോഴും. പക്ഷെ അതിന് പുറമെ നമ്മൾ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഇൻ്റർനാഷണൽ സ്കൂളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ ലാംഗ്വേജസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും BEd കമ്പൽസറി ആയിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല. മാസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ട്, ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആണ്, ആ സബ്ജക്റ്റിൽ നിങ്ങൾ പ്രോ ആണെങ്കിൽ ഷുവറായിട്ടും ഈ സ്കൂളുകൾ എടുക്കും. ഹൗ ക്യാൻ യു എൻഗേജ് ദ സ്റ്റുഡൻസ്, അതാണ് അവർ മെയിനായിട്ട് നോക്കുക. ക്ലാസ്സിൽ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, എത്രത്തോളം അവരെ എൻഗേജ് ആയിട്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ റിസർച്ചാണ് മെയിനായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അവർ റിസർച്ച് ചെയ്ത് തുടങ്ങുകയാണ് ഓരോ സബ്ജക്റ്റും. അത് സ്പാനിഷ് മാത്രമല്ല, സ്പാനിഷ് അതുപോലെ തന്നെ സയൻസ് സബ്ജക്ട്സും എല്ലാം. അപ്പം ഇതിൽ അങ്ങനത്തെ ഒരു വലിയ സാധ്യത ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ അറിയില്ല. താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള പേയ്മെന്റ് സ്കെയിലും തീർച്ചയായിട്ടും അവർക്കൊരു സ്കെയിൽ ഓഫ് പേയ്മെന്റ് ഉണ്ട്, അത് തീർച്ചയായിട്ടും ഈ പറയുന്ന സ്കൂളുകൾ തന്നിരിക്കും. അത് ഷുവറായിട്ടും അത് നമ്മുടെ നാട്ടിലെ ഒരു ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ എന്നുള്ള കോലത്തിൽ IB അല്ലെങ്കിൽ കേംബ്രിഡ്ജ് സ്കൂളുകൾ പേ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ആളുകൾക്ക് അറിയില്ല, എല്ലാവരും വിചാരിക്കുന്നത് അതിന് വേറെന്തോ സർട്ടിഫിക്കറ്റ്സ് വേണം. ഷുവർ സർട്ടിഫിക്കറ്റ്സ് വേണം, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ സ്കിൽസ് ഉണ്ടെങ്കിൽ സ്കൂളുകൾ തന്നെ പേ ചെയ്ത് നിങ്ങളെ ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പം എൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഞാൻ വെറും സ്പാനിഷ് പഠിച്ചു, BA മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ഈ ഒരു കരിക്കുലത്തിൽ എനിക്കൊരു സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഇല്ല, പക്ഷെ എൻ്റെ സ്കൂൾ എനിക്ക് വേണ്ടിയിട്ട് പേ ചെയ്തു, അവരെന്നെ കൊണ്ട് ആ സർട്ടിഫിക്കേഷൻസ് എടുത്തു. അത് അത്ര ബർഡൻ ആയിട്ടുള്ള കാര്യമല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകാവുന്നൊരു താല്പര്യമായിരിക്കും, ഇനി എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ എത്രത്തോളം പറ്റും. കാരണം അവർ സ്കൂളിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അതെ അതെ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും സാധാരണ രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അത്തരം അവസരങ്ങളില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി അതല്ലാതെ തന്നെയും ലാംഗ്വേജ് ട്രെയിനിങ്, വിദേശത്ത് തൊഴിൽ സാധ്യതകൾ അന്വേഷിക്കുന്ന ആളുകൾ ഭാഷാ പഠനത്തെ വളരെ പ്രാധാന്യത്തോടെ കാണുകയും സർട്ടിഫിക്കറ്റ്സ് എടുക്കുകയൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. പല രാജ്യങ്ങളിലും തൊഴിലിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ അവിടുത്തെ ഭാഷ പഠിക്കുകയും അതിൻ്റെ ഒരു നിശ്ചിത ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയൊക്കെ വേണം. സ്പെയിന് അതുപോലെ മറ്റു ഭാഷകൾ ഇങ്ങനെ നമ്മൾ സ്വയം പഠിക്കണം എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? അതിന് ഏതെങ്കിലും അംഗീകൃത ഏജൻസികളെ സമീപിക്കേണ്ടതുണ്ടോ? സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത്തരം സാധ്യതകൾ കൂടെ അങ്ങനെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പം ഈ MNCകളിൽ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് സ്പാനിഷ് പഠിക്കാൻ പറ്റുമോ? കാരണം അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്പാനിഷ് പ്ലസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്കില്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇപ്പം ചെയ്യുന്ന സ്റ്റുഡൻസിന് എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞു തുടങ്ങുന്ന സ്റ്റുഡൻസിന്, ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ തന്നെ അവർക്ക് അറിയാത്തൊരു കേസാണ് ഈവനിങ് ആയിട്ട് ഈവനിങ് കോഴ്സുകൾ അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് പ്രോപ്പറായിട്ട് പഠിക്കണം. ചില ആളുകൾ കുറച്ച് പഠിക്കുക, ആ സർട്ടിഫിക്കറ്റ് എടുത്തുവെക്കുക, അങ്ങനെ പറ്റില്ല. പ്രോപ്പറായിട്ട് പഠിച്ച് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആണെങ്കിൽ അവരെ കൂടെ ഒരു സബ്ജക്റ്റ് പ്ലസ് സ്പാനിഷോ ഫ്രഞ്ചോ ജർമ്മനോ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റാണ്. ഒരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലേക്കോ ഏതിലേക്കാകുമ്പോൾ വെറും ഒരു ടീച്ചിങ് മാത്രമല്ല ഇതിൽ ജോബ് സാധ്യത. ഓരോ കമ്പനീസിലും പല സാധ്യതകളുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ്, ഗെയിം റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് സ്പാനിഷ് അറിയുന്ന ആൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ദുബായിലോ അബുദാബിയിലോ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സ്കില്ലും അതിന് പുറമെ സ്പാനിഷും ഉണ്ടെങ്കിൽ ഭയങ്കര പ്ലസ് ആണ്. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞൊരു, ഇപ്പോൾ നിങ്ങളെപ്പോലെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ മാദ്യം പോലത്തെ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടുന്ന് നിങ്ങൾക്ക് സ്പാനിഷ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ സ്ഥാപനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ഇവർ ഈ കമ്പനികളൊന്നും ഒഫീഷ്യലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേറെ രാജ്യത്തേക്ക് പോകണം, ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സാം ഉണ്ട്. CLA അല്ലെങ്കിൽ DELE എന്ന് പറഞ്ഞിട്ട് നമ്മളെ
ഇംഗ്ലീഷിനുള്ള പോലെ തന്നെ നമ്മൾ IELTS പോലെ. IELTS പോലത്തെ എക്സാം. അത് നമുക്ക് ചെന്നൈയിൽ അതുപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ സെൻറ്ററുകളുണ്ട്. അവിടെ പോയിട്ട് എഴുതാവുന്നതാണ്. ഇനി അതല്ല സ്പെയിൻ എംബസീൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ സർവാന്തസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരെ തന്നെ എംബസി നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫോറിൻ ടീച്ചേഴ്സും ഇന്ത്യൻ ടീച്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ പോയിട്ടും നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാൾ യൂട്യൂബ് അതുപോലെയുള്ള ചില ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ എല്ലാം അവൈലബിൾ ആണ്. ഇതൊക്കെ വെച്ചുകൊണ്ടും ഭാഷ പഠിക്കാൻ അങ്ങനെയും കഴിയുമെങ്കിൽ പഠിക്കാം. പ്രൊഫഷ്യൻസിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെയും ഞാൻ കണ്ട ഒരാളെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടിരുന്നു. ഒരു മലപ്പുറം പെരിന്തൽമണ്ണക്കാരൻ. അവന് ഇതുപോലെ തന്നെ കൊറോണയുടെ ടൈമിൽ ഓൺലൈനായിട്ട് പഠിച്ച, എന്നിട്ട് പല ആപ്പിലൂടെയും ആളുകളെ പരിചയപ്പെട്ട് അവരോട് സംസാരിച്ച് അവന് ബാംഗ്ലൂരിൽ വന്നിരുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അവൻ സ്വന്തമായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവന് ബാംഗ്ലൂർ വന്നിട്ട് ദല എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവനക്ക് B1 ലെവൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇപ്പോൾ അവന് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവന് ഇൻഫോ പാർക്കിൽ അക്കൗണ്ട്സ് BCom കഴിഞ്ഞ പയ്യനാണ്. അക്കൗണ്ട്സിൽ എന്തോ 20,000 രൂപക്ക് ജോലി ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ അവന് ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നു അവൻ്റെ സാലറി 60 or 70 ആണ് പെർ മന്ത്. അപ്പം അങ്ങനെയും ആളുകളുണ്ട്. അത് സ്പാനിഷ് മാത്രമല്ല, പല ലാംഗ്വേജസിനും ഇങ്ങനെ സ്വന്തമായിട്ട് പഠിച്ച് അത് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം, നമ്മളതിനുള്ള പാഷനും ഇൻട്രസ്റ്റും ഉണ്ടാവണം, എന്നിട്ട് പോയിട്ട് ഒഫീഷ്യൽ എക്സാം എടുക്കുന്ന ആളുകളുണ്ട്. നമുക്ക് മുന്നിൽ ഭാഷ പഠിച്ചുകൊണ്ടും നിരവധി അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ വഴികൾ അനവധിയുണ്ട് എന്ന് സ്വന്തം ജീവിത വഴികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഷമ്മാസ്. ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കിട്ടതിന് നന്ദി.